വ്യാപാരികളുടെ പ്രയാസങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുക കേരള വ്യാപാര വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി നിവേദനങ്ങൾ നൽകി. കാഞ്ഞങ്ങാട്ടെ വ്യാപാരികൾ നേരിടുന്ന വിവിധങ്ങളായ പ്രയാസങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി, കാഞ്ഞങ്ങാട് നഗരസഭ, ഹോസ്ദുർഗ് പോലീസ്, RTO എന്നിവർക്ക് വിവിധ ആവശ്യങ്ങളടങ്ങിയ നിവേദനം നൽകി. കോൺക്രീറ്റ് ജോലിക്ക് വേണ്ടി ഏപ്രിൽ 1 മുതൽ അടച്ചിട്ട കാഞ്ഞങ്ങാട് പഴയ ബസ് സ്റ്റാൻഡ് എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് തുറന്നു കൊടുക്കണമെന്നും, കാഞ്ഞങ്ങാട്ടെ ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും, ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് പകൽ സമയങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും, നിയമ നടപടികൾ സ്വീകരിച്ച് വാടക നൽകിയും ഉപജീവനത്തിനായി വ്യാപാരം നടത്തുന്ന വ്യാപാരികൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ ഉത്സവകാലത്ത് കാഞ്ഞങ്ങാട് പട്ടണത്തിൽ നടത്തുന്ന വഴിയോര വ്യാപാരം നിയന്ത്രിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. നമ്മളിവിടെ വന്നത് കാഞ്ഞങ്ങാട് വ്യാപാരി വ്യവസായി സമിതിയുടെ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇന്നലെ ചേർന്ന അടിയന്തര യോഗം ചേർന്നുകൊണ്ട് കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് 6 മാസത്തേക്ക് അടച്ചിട്ടതിൻ്റെ ഫലമായി വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നത് ആ ഭാഗത്തുള്ള വ്യാപാരികളാണ്. അത് ഏത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെന്നോ വ്യാപാരി വ്യവസായ സമിതിയെന്നോ എന്നിൽ നോക്കാതെ നമ്മളെല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ കാഞ്ഞങ്ങാട് പട്ടണത്തിലെ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുഭവപ്പെടുന്ന പ്രയാസം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് അടിയന്തര പരിഹാരം കാണണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ RTO, അതുപോലെ തന്നെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പത്രമാധ്യമ സുഹൃത്തുക്കൾ എന്നിവരെല്ലാം കണ്ടുകൊണ്ട് അടിയന്തരമായും പരിഹരിക്കപ്പെടേണ്ട വിഷയം എന്ന നിലയിൽ കാഞ്ഞങ്ങാട് പട്ടണത്തിൽ ഇന്ന് പൊതുജനങ്ങളും വ്യാപാരി സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് പരിഹരിക്കണം എന്ന നിലയിലാണ് ഞങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് നിവേദനം എന്ന നിലയിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. വ്യാപാരി വ്യവസായ സമിതി നേതാക്കന്മാരായ T. സത്യൻ, KV സുകുമാരൻ, KV ദിനേശൻ, M. ഗംഗാധരൻ, അനിത രമേശൻ, N. മധുസൂദനൻ, സോണി ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.